സംഭാഷണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ വാക്കുമുട്ടാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ മാക്സിമം പറഞ്ഞ് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് വിക്കിപീഡിയ പോലുള്ള ചില സോഷ്യൽ മീഡിയകളിൽ നിന്നിട്ട് എന്നെക്കൊണ്ട് ഒക്കുന്ന വിധത്തിലുള്ളതൊക്കെ അറിവിനെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ ഒരു അറിവിൽ നിന്ന് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണപ്പെടുക. അതായത് എങ്ങനെയാണ് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണപ്പെടുക എന്ന് പറയുന്നത്? ശരീരകോശങ്ങൾ നശിച്ചിട്ടാണ് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണപ്പെടുന്നത്. ശരീരകോശങ്ങൾ നശിച്ചില്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണപ്പെടുകയുമില്ല. അതായത് ശരീരകോശങ്ങളുടെ നശിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മരണം സംഭവിക്കുകയില്ല. ശരീരകോശങ്ങൾ നശിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണം സംഭവിക്കുകയില്ല. ഈ ശരീരകോശങ്ങൾ നശിക്കുക എന്നാൽ നന്നേ പ്രായം ചെന്ന ഒരാളുടെ ശരീരം നല്ല ശരീരമാണ്, നല്ല വണ്ണമുള്ള ശരീരമാണ്. അങ്ങനെയുള്ള ഒരാൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല കുഴപ്പമൊന്നുമില്ലാത്ത വിധത്തിലുള്ള അങ്ങനെയുള്ള ഒരാൾ ആളുടെ ശരീരകോശങ്ങൾ നശിച്ച് മരണപ്പെട്ടായിട്ട് അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണപ്പെട്ടായിട്ട് എനിക്കെവിടെയും അറിയില്ല. നല്ല ശരീരമുള്ള നന്നേ പ്രായം ചെന്ന കണ്ടാൽ തരക്കേടില്ലാത്ത വിധത്തിലുള്ള ഒരാളുടെ അങ്ങനെയുള്ള ഒരാൾ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണപ്പെട്ടായിട്ട് എനിക്കിവിടെ അറിയില്ല. ഇനി കോശങ്ങൾ നശിക്കാൻ കാരണമാകുന്ന ഘടകങ്ങളുണ്ട്, അതിനെ വിവരിക്കാം. നമ്മുടെ ശരീരത്തിലെ സ്ഥിരമായുള്ള ഉപ്പിലെ കയ്പ്പ്, പിന്നെ ഒരെണ്ണം ഭക്ഷണത്തിലെ കയ്പ്പ് രസം, എരിവ്, എരിവായതിനാൽ ഉള്ളി. ഇത്തരം സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ശരീരകോശങ്ങൾ നശിക്കുന്നതിൻ്റെ അളവ് കുറയുകയും നമ്മൾക്ക് അസുഖം വരുന്നത് 99% ഇല്ലാതാവുകയും ചെയ്യും. ഇനി അസുഖം ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് ഇല്ലാതാവുകയും ചെയ്യും. ഇനി നമുക്ക് ഉപ്പിനെ ഒഴിവാക്കാൻ പറ്റും, എരിവിനെ ഒഴിവാക്കാൻ പറ്റും, ഉള്ളിയെയും ഒഴിവാക്കാൻ പറ്റും. പക്ഷേ കയ്പ്പിനെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റില്ല. അതെന്നാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്ക ഭക്ഷണ സാധനത്തിലും കയ്പ്പ് രസമുണ്ട്, ചോറ് ഉൾപ്പെടെ പച്ചക്കറികൾ ഉൾപ്പെടെ പലതിലും. അതുകൊണ്ട് നമുക്ക് തിളപ്പിച്ചൂറ്റി കളയാൻ പറ്റുന്ന മാക്സിമം തിളപ്പിച്ചൂറ്റി കളഞ്ഞു, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന മാക്സിമം ഒഴിവാക്കി. ഇനി അല്പം കയ്പ്പ് രസമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തെ അത്രത്തോളം ബാധിക്കാനൊന്നും സാധ്യതയില്ല. അതായത് നമുക്ക് വാർദ്ധക്യ സഹജമായ അസുഖം വരുന്ന വിധത്തിൽ ഇച്ചിരി കയ്പ്പ് രസമൊക്കെ അല്ലെങ്കിൽ അല്പം കയ്പ്പ് രസമൊക്കെ പ്രശ്നം വരാനും സാധ്യത കുറവാണ്. കാരണം നമ്മുടെ ഉപ്പിലെ കയ്പ്പായിരുന്നു പ്രധാനപ്പെട്ട കയ്പ്പ്, നമ്മുടെ ശരീരത്തിലുള്ള സ്ഥിരമായുള്ള കയ്പ്പ്. അതിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. ഇനി നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം? നമ്മുടെ രക്തത്തിൻ്റെ രുചിയാകുന്ന പുളിപ്പ് രസം, അതാണ് പ്രധാനം. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് പുളിപ്പ് രസം പറ്റുന്നത്രയും പുളിപ്പ് രസം കൂടുതൽ ഉപയോഗിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. അതായത് നമുക്ക് മുട്ട കഴിക്കാം, തൈര് കഴിക്കാം, പിണമ്പുളി തിളപ്പിച്ചൂറ്റി കളഞ്ഞ് അതിനകത്ത് ഉപ്പുണ്ടെങ്കിൽ തിളപ്പിച്ചൂറ്റി കളഞ്ഞിട്ട് പിണമ്പുളി എടുത്തിട്ട് കറിയിലിടാം. പിഴുപുള്ളിയിൽ ഉപ്പ് ഒഴിവാക്കിയിട്ട് ഉപ്പില്ലാത്ത പിഴുപുള്ളി വാങ്ങിച്ചിട്ട് കറിയിലിടാം. കടല, പയർ ഇങ്ങനെയുള്ള പല കറികൾ ഉണ്ടാക്കുന്നതിനകത്തും തേങ്ങ അരച്ചിട്ട് തൈര് ചേർത്ത് കഴിക്കാം. ഇങ്ങനെ പല വിധത്തിൽ കറികൾ ഉണ്ടാക്കുന്നതിലും നമുക്ക് ഭക്ഷണ സാധനങ്ങളിൽ പുളിപ്പ് രസം കൂട്ടി കഴിക്കാം. ഇനി മധുരം, പുളിപ്പ് രസത്തേക്കാൾ കൂടാതെ മധുരവും ഉപയോഗിക്കാം. മാങ്ങ, എന്ത് ഭക്ഷണ സാധനം, അതായത് പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള എന്തിലും പുളിപ്പ് രസവും ഉണ്ട്. മധുരം മാത്രമല്ല, പുളിപ്പ് രസമുണ്ട്. പഞ്ചസാരയിലും പുളിപ്പ് രസമുണ്ട്. ഇനി ഇങ്ങനെ നമ്മൾ ഭക്ഷണം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരകോശങ്ങളുടെ അളവ് നശിക്കുന്നതിൻ്റെ അളവ് കുറയുകയും ശരീരം പുഷ്ടിപ്പെടുകയും ഒക്കെ ചെയ്യും. നമുക്ക് അസുഖം വരാൻ ഇല്ലാത്തതിനാൽ നമുക്ക് എത്ര വേണമെങ്കിലും വണ്ണം കൂട്ടുകയും ചെയ്യാം. എത്രത്തോളം ശരീരവണ്ണമുണ്ടോ അത്രയും നമുക്ക് ശരീരകോശങ്ങളുണ്ട്. ശരീരകോശങ്ങളുടെ അളവ് കൂടുന്തോറും നമ്മുടെ മരണസാധ്യത കുറയും.
ഇനി നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഇനി നമുക്കറിയണമല്ലോ നമ്മൾ കഴിച്ച ഭക്ഷണ സാധനങ്ങൾ നല്ലതായിരുന്നോ അല്ലയോ എന്ന്. നമ്മൾ തലേക്കും ദിവസം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഉറക്കം ഉണരുമ്പോൾ നമ്മുടെ കണ്ണിലെ പഴുപ്പിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, അതായത് കണ്ണിൽ പഴുപ്പുണ്ടെങ്കിൽ നമ്മൾ തലേക്കും ദിവസം കഴിച്ച ഭക്ഷണ സാധനങ്ങളിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒട്ടും കണ്ണ് പഴുപ്പില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ തലേക്കും ദിവസം കഴിച്ച ഭക്ഷണ സാധനങ്ങളിൽ ഒരു തകരാറും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇത് വെറുതെ ഞാനങ്ങ് പറയുന്നതല്ല. ഞാനൊരു 4.5 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ ഭക്ഷണത്തെ ഇങ്ങനെ നിയന്ത്രിച്ചിട്ടാണുള്ളത്. ഇതിന് വേറെ ചില മാർഗങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. അതായത് ശരീരം വിയർക്കണം 1 മാസത്തോളം. വിയർത്ത് നമ്മളെ ശരീരത്തിൽ അഴുക്ക് പോകണം. നമ്മളെ ശരീരത്തിൽ നിന്ന് മാക്സിമം ഉപ്പിനെ എടുത്ത് കളയണം. അത് 1 മാസത്തോളം വിയർത്താലും മതി. പിന്നെ വേണമെങ്കിൽ നമ്മൾ 1 ദിവസമോ 2 ദിവസമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വിയർത്താലും മതി. അപ്പോൾ നമുക്ക് ശരീരത്തിൽ നിന്ന് തന്നെ പലതും മനസ്സിലാക്കാം. അതിന് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ വിവരിക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമെന്നറിയില്ല, ഉപ്പ് ഉപയോഗിക്കരുത്, എരിവ് ഉപയോഗിക്കരുത്, ഉള്ളി ഉപയോഗിക്കരുത്, പിന്നെ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് ശീലിച്ചാലൊന്നല്ല, നിങ്ങൾ കഴിച്ച് തുടങ്ങി നോക്ക്. മുട്ട വെച്ച് കഴിച്ച് നോക്ക്, നിങ്ങൾ തൈര് ചേർത്ത് കഴിച്ച് നോക്ക്. പയറൊക്കെ അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് തൈര് ചേർത്തിട്ടോ അല്ലെങ്കിൽ പുളി ചേർത്തിട്ടോ പെണമ്പുളി ചേർത്തിട്ടോ അതിനകത്ത് കുറച്ച് മുരിങ്ങയില ഉണ്ടെങ്കിൽ ചീര അതുപോലെയുള്ള എന്തെങ്കിലും ഇട്ടിട്ടോ ഇതുപോലെ രീതിയിലും അല്ലെങ്കിൽ പയർ വേവിച്ചിട്ടും വള്ളിപ്പയർ വേവിച്ചിട്ടൊക്കെ കഴിച്ചു നോക്ക്. ഇറച്ചി മീനൊന്നും ഇതിൻ്റെ മുന്നിൽ വരികയില്ല. എന്നാലും എനിക്കൊരു കുഴപ്പമുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് നമ്മൾ കഴിച്ച് ശീലിച്ചതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറച്ചി മീനൊക്കെ കഴിക്കാനൊക്കെ തോന്നും. അങ്ങനെ ഞാൻ ഇന്ന് ഹോട്ടലിൽ പോയിട്ട് ഞാൻ 3 പൊറോട്ട 1 പ്ലേറ്റ് ഇറച്ചിയും കഴിച്ചു. ഇത് ഇടയ്ക്ക് എല്ലാം 1 മാസത്തിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം യാദൃച്ഛമായിട്ടാണ് 2 ദിവസം സംഭവിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, 1 വർഷത്തെ 365 ദിവസം നമ്മൾ മാസത്തിൽ 2 ദിവസം ഉപയോഗിക്കണമെന്ന് വെച്ചാൽ തന്നെ വർഷത്തിൽ 24 ദിവസമേ ആവുന്നു. ബാക്കിയുള്ള ദിവസം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതായത് 98% നമ്മൾ കയ്പ്പ് രസം മാക്സിമം ഒഴിവാക്കി, ഉപ്പ് ഒഴിവാക്കി, എരിവ് ഒഴിവാക്കി, ഉള്ളിയും ഒഴിവാക്കിയാണ് ഭക്ഷണം കഴിക്കുക. ഇനി മരുന്നുകളുണ്ട്. ആയുർവേദം ഉൾപ്പെടെയുള്ള പല മരുന്നുകളും, ഇംഗ്ലീഷ് മരുന്നുകളായിരുന്നു, ഇതിലൊക്കെ കയ്പ്പ് രസമാണുള്ളത്. നമ്മളെക്കൊണ്ട് ഒക്കുന്ന മാക്സിമം കയ്പ്പ് രസം നമ്മൾ ഒഴിവാക്കണം. ഒക്കുന്ന അത്രയും, അതായത് കയ്പ്പ് രസം അത്ര നല്ലതല്ല. ഉപ്പിലെ കയ്പ്പ് മാത്രമല്ല, ഭക്ഷണത്തിലുള്ള കയ്പ്പ് രസവും നമുക്കത്ര ആരോഗ്യത്തിന് നല്ലതല്ല. ഇനി കണ്ണിലെ പഴുപ്പ് മാത്രമല്ല പോവാം, മൂക്കിൽ നിന്നുള്ള അഴുക്കുണ്ടാവില്ല, ചെവിക്കായോ ഉണ്ടാവില്ല. ഈ ചെവിക്കായൊക്കെ നിങ്ങൾക്ക് തോണ്ടി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മൂക്കിലെ അഴുക്കും ഇല്ലാതാകുമ്പോൾ നിങ്ങൾക്ക് സ്വയം മൂക്കിലെ അഴുക്ക് കുറഞ്ഞല്ലോ എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരുപാട് ശരീരത്തിൽ നല്ല ഗുണങ്ങളുണ്ട്.